എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തിവരുന്ന 206ാമത് സ്നേഹസംഗമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ സ്നേഹസംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയാണ്. ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ശ്രീ ജോയ് CJ പാവർട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ ഹേദാരമേ അമ്മേ, കനിവിൻ ഹേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. എന്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. എന്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. നിന്റെ ദയത്തൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ അമ്മേ, കനിവിൻ ഹേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. അപമാനത്തിൻ അഗ്നിയിലെരിയും ഇടയ കന്യക ഞാൻ. അപമാനത്തിൻ അഗ്നിയിലെരിയും ഇടയ കന്യക ഞാൻ. ഈശ്വര പഞ്ചരം വെടിയാൻ കനിയൂ യേശു മാതാവേ അമ്മേ, കനിവിൻ ഹേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. താങ്ക് യു. വളരെ മനോഹരമായിട്ട് ജോയ് ചേട്ടൻ പ്രാർത്ഥന ഗാനം പാടി. താങ്ക് യു ജോയ് ചേട്ടാ. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ലിജോ കോഴിക്കോടിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാമോ? കേൾക്കാം. സ്നേഹമുള്ളവരെ, 206ാമത് സ്നേഹസംഗമത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ സ്വാഗതം ചെയ്യുന്നത് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവൻ ഫാദർ സോളമൻ കടമ്പട്ട് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ഗൂഗിൾ മീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്നത് റവൻ ഫാദർ സാജു ചാക്കോ, മാർത്തോമ ചർച്ച്
എബൽസീർ വികാരി തൃശൂർ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയെ എത്തിച്ചേർന്നിരിക്കുന്നത് കൺസൾട്ടന്റ് സിവിൽ എഞ്ചിനീയർ കൗൺസിലർ ശ്രീമതി ദേവിക റാണി. മേഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട അതിഥി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ കുഞ്ഞു മുഹമ്മദ് ഒലിയ വുഡ്സ് കൊയിലാണ്ടി. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസ പറയുന്നതിനായി വന്നിരിക്കുന്നത് ശ്രീ ഡേവിസ് ചിറ്റിലപ്പള്ളി, പ്രസിഡന്റ് എക്ലോസിയ ചാരിറ്റബിൾ സൊസൈറ്റി തിരൂർ. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി ആങ്കറിംഗ് നടത്തുന്ന കുമാരി ലിജി അങ്കമാലിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനകാലം ആലപിച്ച ശ്രീ ജോയി സി ജെ പാവറട്ടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ശ്രീ ഈന എം ജെ നാട്ടികയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്ന ശ്രീ കുമാരി ബിന്ദു കെ ജെ കൊടുങ്ങല്ലൂർ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാം PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. വളരെ സ്നേഹത്തോടെ ലിജോ എല്ലാവരെയും സ്വാഗതം ചെയ്തു. താങ്ക് യു ലിജോ. റിപ്പോർട്ട് വായിക്കുന്നതിനായി കുമാരി ലീന എം ജെ നാട്ടിയെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി ദർശന സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായി ഭിന്നശേഷിക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെയും സർവോന്മുഖ പുരോഗതിക്കായി പ്രവർത്തിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റു വിവിധ ഗ്രൂപ്പുകൾ: ക്രിക്കറ്റിനു വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീം, കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, അവരുടെ തന്നെ ഓർക്കസ്ട്ര ടീം, ഫ്യൂഷൻ ടീം, നാടൻപാട്ട് ടീം എടുത്തു പറയാൻ ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കാഴ്ച പരിമിതർക്കുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരത്തിനായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ നടത്തിവരുന്നു. മത്സരത്തിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നു. ജീവന്റെ ഉറവ ചലന പരിമിതർക്കും കാഴ്ച പരിമിതർക്കും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീം പ്രവർത്തിച്ചു വരുന്നു. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വ്യഥകൾ പരസ്പരം പങ്കുവെക്കാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നു. മാർഗദർശികൾ ഗ്രൂപ്പ് ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ ചലന പരിമിതരും കാഴ്ച പരിമിതരും ഉയരം കുറഞ്ഞവരുമായ 436 പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ധൈര്യം സംഭരിച്ചു വരുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. ഏറെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പാണ്. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും
തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനകരമായ ചാനലായി മാറിയിരുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും ആത്മീയമായ ഉന്നമനത്തിനു വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഈ യൂട്യൂബിലൂടെ നടത്തിവരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് അത്ലറ്റ് മീറ്റും, വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചകുസ്തി മത്സരവും കലോത്സവങ്ങളും നടത്തിവരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദസഞ്ചാര യാത്രകളും സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന സുമനസ്സുകളുടെ DSS ഗ്രൂപ്പും ദർശന ഫ്രണ്ട്സും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകവും നൂതനവുമായ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനും ഒരു ഉപദേശക സമിതി പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ നടത്തിവരുന്നു. 70-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തിവരുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മതനേതാക്കന്മാരിലൂടെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും നടത്തിവരുന്നു. റിപ്പോർട്ട്. സ്നേഹമുള്ളവരെ, 24/5/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 205-ാം സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ. പ്രാർത്ഥന കുമാരി സിബി വർഗീസ്. സ്വാഗതം ഷാലി വെങ്ങനിശ്ശേരി. റിപ്പോർട്ട് ലീന MJ നാട്ടിക. അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. ദർശനയിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടാവാം, പലപ്പോഴും അതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ടാവില്ല. എങ്കിലും വ്യക്തിത്വത്തെ മൂടിവെച്ച് നമ്മൾ ജീവിക്കരുത്. ചതി, വഞ്ചന എന്നിവ മറ്റുള്ളവരിലോട് നമ്മൾ ഉണ്ടാവരുത്. ഈ വർഷത്തെ വീട് സിജോനാണ് ദർശന ക്ലബ്ബ് ഒരുക്കി വെക്കുന്നത്. ഫണ്ട് വരുന്നതിനനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കുക. പങ്ക് പ്രോജക്റ്റ് തുടങ്ങുന്നു. രണ്ടാമത്തെ ഘട്ടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പുതിയ ഭവനത്തിൽ പങ്ക് പ്രോജക്റ്റ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. വിധവാ ഗ്രൂപ്പിലെ അമ്മച്ചിയുടെ വീട് ഷീറ്റ് ഇടാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലേണേഴ്സ് ലൈസൻസിനുള്ള കാര്യങ്ങൾ മാക്സിമം സ്പീഡാക്കിയാൽ ആദ്യം വരുന്ന 25 പേർക്ക് ചെയ്തു കൊടുക്കും. എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയത് സേവനഗിരി ആശ്രമത്തിലെ റവറൻ ഫാദർ ലിൻഡോ CMI അച്ഛനായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ലിൻഡോ മാടമ്പി. CMI അച്ഛനാണ്. സേവനഗിരി എന്ന ആശ്രമത്തിന്റെ ഇൻചാർജ് ആണ്. ഇതുപോലുള്ള 141 മക്കളുണ്ട് ഇവിടെ. ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇവിടെ കോളേജിൽ പഠിക്കാൻ വന്നതാണ് ഞാൻ. അങ്ങനെ താല്പര്യം തോന്നി ഈ ആശ്രമത്തിൽ വന്നു. സോളമനച്ചനെ എനിക്ക് പരിചയമുണ്ട്. അച്ഛന്റെ പ്രവർത്തനങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. ഇവിടെ ഉള്ള ഒരു ചേട്ടായി പറഞ്ഞ കാര്യമാണ് ഏബിൾ ടു റെസ്പോണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഏബിൾ ആണ്, അതായത് കഴിവുണ്ട്, പക്ഷെ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് നമ്മുടെ വിഷയമല്ല എന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നു. നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുക, അതിന് ധൈര്യം കാണിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ചിരിക്കുക, ആശ്വാസം കൊടുക്കുക, കൂടെ ആയിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി പറയുന്നു. മുഖ്യ അതിഥിയായി എത്തിയത് അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അഷ്ന ജോയ് ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. അമല മെഡിക്കൽ കോളേജിൽ PG ചെയ്യുന്നു. സ്മോക്കിംഗ് ചെയ്യുന്നവർ ഉണ്ടാവും. മെയ് 31 പുകയില വിമുക്ത ദിനമായി ആചരിക്കുന്നു. 13 ലക്ഷം പേർ ഇന്ത്യയിൽ പുകയില ഉപയോഗിച്ച് മരിക്കുന്നു. പല രൂപങ്ങളിൽ പുകയില ഉപയോഗിക്കുന്നു. ശരീരത്തിലെ രക്തക്കുഴലുകളിൽ നിക്കോട്ടിൻ നിറഞ്ഞു ചുരുങ്ങി രക്തോട്ടം കുറഞ്ഞ് ഹൃദ്രോഗം, ക്യാൻസർ, ചുമ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസമുട്ടൽ എന്നിവ ഉണ്ടാകുന്നു. യുവതലമുറയിലെ ആളുകളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സ്നേഹത്തോടെ പരമാവധി പറഞ്ഞു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിക. ഒരാൾ പുകവലിക്കുമ്പോൾ ചുറ്റുമുള്ളവർക്കും അതുകൊണ്ട് അപകട സാധ്യതയുണ്ട്. എല്ലാവരും അത് ഒഴിവാക്കുക.
ജിഫിൻ കാജയുടെ ഹൃദ്യമായ നന്ദിയോടെ 205-ാം സ്നേഹസംഗമം അവസാനിച്ചു. ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. ലീന എം.ജെ, നാട്ടിക. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? അച്ഛൻ വന്നിട്ടില്ലേ? പാസ്സാക്കാം. അച്ഛൻ കേറിയിട്ടില്ലെന്ന് തോന്നണോ? കേറിണ്ട്. വളരെ വ്യക്തമായിട്ട് ലീന റിപ്പോർട്ട് വായിച്ചു. താങ്ക് യു ലീന. അടുത്തതായി ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന തൃശൂർ മാർത്തോമ എബനസീർ പള്ളി വികാരി റവറൻ ഫാദർ സാജു ചാക്കോച്ചനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള സോളമൻ അച്ഛൻ ഈ ദർശന സ്നേഹ സംഗമത്തിന്റെ ചുമതല വഹിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച എന്റെ അതേ പേരോട് കൂടിയ പ്രിയപ്പെട്ട സജു, എല്ലാവരോടുമുള്ള സ്നേഹം, നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഞാന് ഇവിടെ ഈ മെയ് 1 ജോയിൻ ചെയ്യുന്നത്. വന്ന ആദ്യത്തെ ചില ദിവസങ്ങളിൽ തന്നെ പ്രിയപ്പെട്ട സോളമനച്ചനും സജുവും കാണാനായിട്ട് വന്നു. ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ വളരെ സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നി. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഫാദർ സോളമൻ അച്ഛന്റെ സ്നേഹ സാന്ദ്രമായ ഇടപെടൽ, അച്ഛന്റെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരെയും കരുതാനുള്ളതായ ആ മനസ്സ്, അതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്, നമുക്കെല്ലാവർക്കും അതിനപ്പുറമായ നന്മകളുണ്ട്. ദൈവം ഈ ലോകത്തിൽ എല്ലാവരെയും സൃഷ്ടിച്ചത് പല വിധത്തിലുള്ളതായ ഗുണങ്ങൾ തന്നാണ്, കഴിവുകൾ തന്നാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കാണല്ലോ ഡിഫറൻറ്റ്ലി ഏബിൾഡ്. ആരെയും മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കൈകളിലെ 5 വിരലുകൾ. 5 വിരലുകളുടെയും വലിപ്പങ്ങൾ 5 തരത്തിലാണ്. എന്നാൽ ഒരു വിരൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതിന്റെ മൂല്യം അറിയാനായിട്ട് സാധിക്കും. എത്രയോ ബുദ്ധിമുട്ടാണ് മറ്റ് 4 വിരലുകൾ കൊണ്ട് അല്ലെങ്കിൽ 3 വിരലുകൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതുപോലെയാണ് ഞാനും നിങ്ങളും എല്ലാം ഈ ലോകത്തിൽ ദൈവം പലതരത്തിലുള്ളതായ കഴിവുകൾ തന്ന് പലതരത്തിലുള്ളതായ അംഗീകാരങ്ങൾ തന്ന് ആക്കിയിരിക്കുന്നവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നഷ്ടം ഈ ഭൂമിക്ക് ഓരോ വിധത്തിലുള്ള നഷ്ടമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഇപ്രകാരമുള്ള ദർശന ക്ലബ്ബ് പോലെയുള്ളതായ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര സന്തോഷമാണ് ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോഴൊക്കെ കേൾക്കാനായിട്ട് സാധിച്ചു. ഏതെല്ലാം വിധത്തിലുള്ളതായ ആളുകളെയാണ് ഈ ഒരു പ്രസ്ഥാനം ചേർത്ത് നിർത്തുന്നത്. തീർച്ചയായിട്ടും ഈശ്വരന്റെ വലിയ അനുഗ്രഹങ്ങളും വലിയ കൃപകളും എപ്പോഴും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനും എന്റെ ഒരു ആദ്യ നാളുകളുടെ ഒരു തുടക്കം നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത് കൂടുതൽ നിങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്നതിന് ഇടയായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവം ആണല്ലോ നമ്മളെല്ലാം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി, ഈശ്വരന് വേണ്ടി നമ്മുടെ ചെറിയൊരു ജീവിതം, നമ്മുടെ ജീവിതത്തിന്റെ വലിപ്പം നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ ഈ കുഞ്ഞു ജീവിതം ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവത്തിന്റെ സൃഷ്ടിയായ എല്ലാവരെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളോട് കൂടെ എപ്പോഴും ഞാനും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഈ സമയത്ത് നൽകുന്നു. സോളമനച്ച അച്ഛന്റെ ശുശ്രൂഷകളെയും നിങ്ങൾ ഒരുമിച്ചുള്ള ശുശ്രൂഷകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, വാഴ്ത്തട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ഗൂഗിൾ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛാ. വളരെ സ്നേഹത്തോടെ നല്ലൊരു സന്ദേശം ഞങ്ങൾക്ക് നൽകിയ അച്ഛനോട് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു അച്ഛാ. ഈ സ്നേഹ സംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി ദേവിക റാണി, സിവിൽ എഞ്ചിനീയർ, കൗൺസിലിംഗ്, മോട്ടിവേഷൻ, യോഗ, മെഡിസിൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. വളരെയധികം സന്തോഷത്തോടെ ഈ ഒരു മധ്യാഹ്നത്തില് ദർശന ക്ലബിന്റെ പ്രവർത്തകരോടൊപ്പം ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചതിന് ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. ഒപ്പം എല്ലാവർക്കും ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീ പീയൂഷ് സാറ്, അദ്ദേഹത്തോടും ഞാൻ നന്ദി അറിയിക്കുന്നു.
ഇപ്പോ ഇന്ന് എനിക്ക് അവസരം ഇത് വളരെ വീണ് കിട്ടിയ ഒരു അവസരമാണ്. ഞാൻ ദർശന ക്ലബിന്റെ പ്രവർത്തനത്തെ പറ്റി ഒന്നും നേരത്തെ അറിഞ്ഞിരുന്നില്ല. എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വന്ന ഒരു ഇൻവിറ്റേഷൻ, അത് അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാനും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ തോതിലും മോട്ടിവേഷൻ ടോക്കുകളും ഒക്കെ നടത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവരെന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് സംസാരിക്കാമെന്ന്. അപ്പൊ ഇവിടെ എത്തി, ഇവിടെ നിങ്ങളുടെ റിപ്പോർട്ടും ഒക്കെ കേൾക്കാൻ ഇടയായപ്പോൾ എനിക്ക് അതിയായ സന്തോഷം. കാരണം ഇന്ന് ഈ ഒരു ഭൂമുഖത്ത് നമ്മൾ എത്ര തരത്തിലുള്ള ആൾക്കാര് ഇങ്ങനെ പല പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു, പല പല സിറ്റുവേഷനുകളില് എല്ലാ ഇതിലും മേലെ നന്മയുടെ മുഖം മാത്രം ഉള്ള ഈ ഒരു ദർശന പോലെയുള്ള നല്ല ദർശനത്തോടുകൂടി നല്ല വീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ക്ലബില് എത്തി നിങ്ങളോടൊപ്പം സമയം ചെലവാക്കാനായിട്ട് സാധിച്ചതിൽ നന്ദി അറിയിക്കുന്നു. വളരെയധികം സന്തോഷം. പിന്നെ ഇന്നത്തെ മുഖ്യാതിഥികളായിട്ട് എത്തിയിട്ടുള്ള ഫാദർ സാജു ചാക്കോ, റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിലച്ചൻ, പിന്നെ വിശിഷ്ടാതിഥികളായിട്ട് ഇതിലെ നോട്ടീസിലെ പേര് കണ്ടു ശ്രീ കുഞ്ഞു മുഹമ്മദ് സാറ്, ഡേവിസ് ചിറ്റിലപ്പള്ളി സാറ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ ഇന്നിവിടെ കേൾക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഞാന് ഇന്ന് എന്താ ഇവിടെ പറയേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോ ആദ്യം നമുക്കൊരു കഥയോടുകൂടി തുടങ്ങാം. അതായിരിക്കും കുറച്ച് നല്ലത്. ഇവിടെ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഒളിവർ നെപ്പോളിയൻ ഹിൽ ഒരു എഴുത്തുകാരനാണ്, അമേരിക്കൻ എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ചിന്തിക്കുന്നു, വളരുന്നു. എന്തിനു വേണ്ടി? റിച്ച് ആവാൻ വേണ്ടി. അത് ധനം എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, അത് എന്താ പറയാ, ഒരു ജീവിതം അതെങ്ങനെ സമ്പന്നമാക്കാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് അദ്ദേഹത്തിന്റെ സ്വന്തം കഥ പറയുന്നു. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ അതിൽ തന്നെ ഉണ്ട്, എല്ലാം അതിൽ തന്നെ ഉണ്ട്. അത് അദ്ദേഹം ആ കഥയിൽ സ്വന്തം ജീവിതകഥ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ മകൻ, അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ കാതുകളില്ലാതെ, കേൾവി ശക്തി ഇല്ലാതെയാണ് ഈ ഭൂമുഖത്തേക്ക് വന്നത്. ബധിരനും മൂകനുമായി ജീവിച്ചേക്കാവുന്ന അവസ്ഥയില് ഈ ഭൂമിയിൽ പിറന്ന മകനെ ഒരിക്കലും വിധിക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മറ്റൊരു തരത്തിൽ പറഞ്ഞാല് ഈ ദൗർഭാഗ്യത്തിന്റെ ഈ ദുരവസ്ഥയുടെ ആ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അന്ന് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി, എന്റെ മകനെ ഒരിക്കലും ഞാന് ഈ വിധിക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല, എന്നെ അങ്ങനെ വിഷമിപ്പിക്കാൻ ഈ പ്രകൃതിക്കാവില്ല എന്ന് അദ്ദേഹം അങ്ങ് വിശ്വസിച്ചു. മകന് കേൾവിശക്തി ഉണ്ടാകുമെന്നും സംസാരിക്കുമെന്നും മനസ്സിൽ ഉറപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം എന്താ ചെയ്തതെന്നല്ലേ, ഈ കേൾക്കാൻ പാടില്ലാത്ത ഈ കൊച്ചു കുഞ്ഞിന് അദ്ദേഹം കഥകൾ പറഞ്ഞു കൊടുത്തു, പാട്ടുകൾ കേൾപ്പിച്ചു. അന്നത്തെ കാലത്ത് ഇത് 1937 അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ആ ഒരു കാലഘട്ടത്തില് അന്ന് ഈ ഗ്രാമഫോൺ പോലെയുള്ള ഉപകരണങ്ങള് അതിലെ കൂടെ തുടർച്ചയായിട്ട് ഗാനങ്ങളൊക്കെ കേൾപ്പിച്ചു. എന്നിട്ട് ഒരു എന്താ പറയാ, സംസാരശേഷി വളർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി, അതത്ര എളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പുറകില് അതിശക്തമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് നമുക്ക് ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു വിശ്വാസം. അത് കാലക്രമേണ അവൻ കുറേശ്ശെ കേൾക്കാൻ തുടങ്ങി. പിന്നെ അവന്റെ ഇച്ഛയെ വളർത്താനായിട്ടുള്ള ശ്രമങ്ങൾ അവൻ കുറേശ്ശെ ആരംഭിച്ചു. കൂടുതൽ കഥകളൊക്കെ അവൻ പറഞ്ഞു തുടങ്ങി. പിന്നെ സ്വയം പര്യാപ്തതയും ഭാവന, പിന്നെ കേൾക്കാനുള്ള അതിയായ ഇച്ഛ, സാധാരണക്കാരനാകാനുള്ള, അവനൊരു സാധാരണക്കാരനല്ല, കാരണം അവന് ചെവികളില്ല. അപ്പൊ ആ ഒരു ഇച്ഛ അവനില് വളർത്താനും ഇതൊക്കെ ഗുണപാഠമാക്കിയുള്ള ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. വൈഷമ്യം അത് ഒരിക്കലും ഒരു ബാധ്യതയല്ല, പകരം അത് ഒരു മുതൽക്കൂട്ടാണെന്നുള്ള ചിന്ത അവനിൽ വളർത്തി. ഒപ്പം ദൗർഭാഗ്യങ്ങളും വിപത്തുകളും അതേ അളവിൽ തന്നെ ഗുണങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ അവന് സമ്മാനിക്കുമെന്നുള്ള
ചിന്തയും അവനിൽ വളർത്തി. അവന്റെ അംഗവൈകല്യം ഒരു ഉപകാരപ്രദമായ കാര്യത്തിലേക്ക് അവനെ എത്തിക്കാനുള്ള ഒരു പദ്ധതി കണ്ടെത്താൻ ആകുമെന്ന് അവനിൽ ഒരു പ്രതീക്ഷ നൽകി. വിശ്വാസത്തിന്റെ പിന്തുണയോടെയുള്ള ആഗ്രഹം മകന്, മറിച്ച് അവന്റെ അച്ഛനിലും ആ വിശ്വാസം ഉണ്ടായിരുന്നു. മറുത്തു പറയാതെ അവൻ അച്ഛനെ കേട്ടു. അവൻ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങള് അച്ഛനിൽ നിന്നും കേട്ടറിഞ്ഞു. പത്രവ്യാപാരിയായിരുന്ന അവന്റെ സ്വന്തം ജ്യേഷ്ഠനെക്കാട്ടില് കൂടുതൽ ഇവന് അതൊക്കെ സാധ്യമാകുമെന്നുള്ള ഒരു ബോധ്യം ഇവന്റെ അച്ഛനുണ്ടാക്കി. കാതുകളില്ലെങ്കിലും അവൻ മിടുക്കനും ബുദ്ധിമാനാകുമെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസം ഇവനില് ഊട്ടിയുറപ്പിച്ചു. 7-ാം വയസ്സില് ഇവന് ചെവി കേൾക്കില്ല, അതൊരു പരമാർത്ഥമാണ്. പക്ഷെ അവൻ പത്രം വ്യാപാരത്തിന് വേണ്ടി പത്രം വിൽക്കാൻ തെരുവുകളിലൊക്കെ, അന്നൊക്കെ അമേരിക്കയിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മള് എബ്രഹാം ലിങ്കന്റെ കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെ അവൻ തെരുവുകളിലേക്ക് ഇറങ്ങി. അവന്റെ അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാനാവുന്നില്ലായിരുന്നു. അച്ഛന് അവന്റെ കഴിവിൽ പക്ഷെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ വളരെ സങ്കടത്തോടെ ഇതെല്ലാം നോക്കി നിന്നു. സ്വന്തം വൈകല്യങ്ങളെ വിജയങ്ങൾ നേടുന്നതിന് തടസ്സമാണെന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് തിരിച്ചറിഞ്ഞു. അവൻ സാധാരണ സ്കൂളിൽ തന്നെ പോയി പഠനം പൂർത്തിയാക്കി. ഹൈസ്കൂളിൽ പഠിച്ചപ്പം ഒരു കേൾവി സഹായി വെക്കാനിടയായി. പക്ഷെ അത് വിജയിച്ചില്ല. അത് അവനിൽ വളരെ വിഷമം തോന്നിച്ചു. എന്നാലും കോളേജ് കാലത്ത് വളരെ യാദൃശ്ചികമായിട്ട് മറ്റൊരു ശ്രവണ സഹായി വെച്ച് അതവനിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വരുത്തി. ദൈവം വളരെ വിചിത്രമായ നിഗൂഢ രീതികളിൽ പെരുമാറുന്നത് അവന് തിരിച്ചറിയാൻ സാധിച്ചു. എന്താ പറയാ, അവൻ മാറിയ ലോകത്തിന്റെ ഒരു ഉടമയായിട്ട് മാറി. അവന് നിരന്തരമായ ഇച്ഛയാല് പ്രകൃതിയെ കൊണ്ട് ആ തെറ്റ് തിരുത്തിച്ചു എന്ന് തന്നെ പറയാം. ശ്രവണ സഹായിയുടെ നിർമ്മാതാവിനോടൊപ്പം സഹകരിച്ച് അവർക്ക് കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ക്ലാസ്സുകളൊക്കെ നൽകി. ഇതിനിടയില് ഒരു പ്രചോദനം അവന്റെ അതേ അവസ്ഥയിലുള്ള ലക്ഷോപലക്ഷം ആൾക്കാർക്ക് സഹായം ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചു. ശേഷിച്ച ജീവിതം അതിനായിട്ട് മാറ്റിവെച്ചു. ശ്രവണ സഹായി നിർമ്മാണ കമ്പനിക്കാരും അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവനെ സഹായത്തിന് വിളിച്ചു. മകനെ തുടർ പദ്ധതികളിലും ഭാഗമായി അവനതൊരു സ്ഥിര വരുമാനവും കിട്ടി. ഗവേഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടു. ഈ ശ്രവണ സഹായി നിർമ്മിക്കുന്ന ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരിൽ പ്രതീക്ഷകൾ നൽകി. കാരണം ലക്ഷോപലക്ഷം ബധിരരായ ജനങ്ങൾ ചുറ്റുപാടുമുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത എന്തോ ഒരു ശക്തി ഇവനിലുണ്ട്. അത് അവന് തന്നെ മറ്റുള്ളവരിലെ ഒരു ബോധ്യപ്പെടുത്താനും ഒക്കെ കൂടുതൽ സാധിച്ചു. അങ്ങനെ വിധിയുടെ ചില വിചിത്ര കറക്കങ്ങളില് ഈ പറയുന്ന നമ്മുടെ നെപ്പോളിയൻ ഹില്ലും അദ്ദേഹത്തിന്റെ ബ്ലെയർ എന്ന മകനും ബധിരരെ സഹായിക്കുന്ന ഒരു കർമ്മ പദ്ധതിയുടെ വഴിയിലേക്ക് എത്തി. സ്വന്തം അനുഭവം മറ്റുള്ളവർക്ക് പങ്കിടാനിടയായി. ആദ്യകാലത്ത് ബ്ലെയറിനെ പരിശോധിച്ച് ഇവന് ഒരിക്കലും കേൾവിശക്തി കിട്ടില്ല എന്ന് പറഞ്ഞ ആ ഡോക്ടർ ഞെട്ടി. കാരണം അവന്റെ ചെവിയില് അതിന് വേണ്ട നമ്മുടെ നോർമലായിട്ട് ഉള്ള ആൾക്കാർക്കുള്ള ചെവിയിലെ ആ ദ്വാരങ്ങളോ തലയോട്ടിയില് അതിനുവേണ്ട ബ്രെയിനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹോളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും മനോഹരമായ രീതിയിൽ സംസാരിക്കുന്ന ബ്ലെയറിനെ കണ്ടിട്ട് ഈ ഡോക്ടർ അത്ഭുതപ്പെട്ടു. കാരണം ഒരു എന്താ പറഞ്ഞ മെഡിക്കൽ രംഗത്ത് അദ്ദേഹത്തിന് അന്ന് കണ്ടെത്താൻ പറ്റാത്ത എന്തോ ഒന്ന് ഉള്ളതായിട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇച്ഛാശക്തി വർദ്ധിച്ചപ്പോൾ പ്രകൃതി ഒരു അത്ഭുതം നടപ്പാക്കി എന്ന് ഇവിടെ പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇച്ഛയെ നിരന്തരം വിശ്വാസത്തോടെ പിന്തുണയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഇത് നമ്മുടെ ബ്ലെയറിന്റെ കഥയാണ്, നെപ്പോളിയൻ ഹില്ലിന്റെ കഥയാണ്. ഈ കഥ ഇത് നമ്മളില് ഈ ഒരു ലോകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അത് സ്വന്തം നിലയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ഇതൊരു വെറും കഥയല്ല, ഇതൊരു അനുഭവമാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകനെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പം മകനെ അതിനു വേണ്ടിയിട്ട് അവനിലുള്ള ഇച്ഛാശക്തി വളർത്തുകയും അതേസമയം മകൻ അച്ഛന്റെ വാക്കുകളെ വിശ്വസിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ആ ഒരു അവസ്ഥ ഇത്ര ചെറുതിലെ അവന്റെ മനസ്സിൽ നട്ടുപിടിപ്പിച്ച ആ ഒരു ഇച്ഛാശക്തി, ആഗ്രഹം, അഭിലാഷം, അതിനു മേലെ വിശ്വാസം,
ഈ ഗുണങ്ങൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഒരുപോലെ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. ഇത് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. നമ്മളിൽ വിശ്വസിക്കുക, നമ്മുടെ ശക്തികള് തിരിച്ചറിയുക. സ്വന്തം മകനിലൂടെ അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങള് എഴുതി ഒരു പുസ്തക രൂപത്തിലേക്ക് വന്നപ്പം ലോകം അത് ഏറ്റെടുത്തു. നിരവധി പേർക്ക് അതൊരു കൈത്തിരിയായി. ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാല്, ഇച്ഛയെ വിശ്വാസത്തില് കൂട്ടിക്കലർത്താൻ പറ്റി. പിന്നെ ആഗ്രഹങ്ങളെ വളരെ വ്യക്തമായിട്ട് മകനിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല, അവനെ മനസ്സിലാക്കി അതിനുവേണ്ടി അവനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. പിന്നെ മകൻ അച്ഛനെ വിശ്വസിച്ചു. ഇത്രയും കാര്യങ്ങള് ഒന്നിച്ചു ചേർന്നപ്പോ എന്തായി? ഒരിക്കലും കേൾക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ബ്ലെയർ വളരെയധികം മനോഹരമായി സംസാരിക്കുകയും ബ്ലെയറിന്റെ തന്നെ ഒരു സാമ്രാജ്യം, അതും ഒരു പുണ്യ പ്രവൃത്തിക്ക് വേണ്ടി അവനെ പോലെ തന്നെ ബധിരതയുടെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു കൂട്ടം ആൾക്കാർക്ക് കൈത്തിരിയായി, ലക്ഷോപലക്ഷം ആൾക്കാർക്ക് സഹായമേകി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂട്ടത്തില് ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന പലതരത്തില്, ഇപ്പൊ ഇന്ന് ദർശനയുടെ പ്രവർത്തനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ ദർശന കൈവയ്ക്കാത്ത ഒരു വിഭാഗവും ഇല്ല. എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാർക്കും അത്താണിയായിട്ട്, താങ്ങായിട്ട്, ഒരു കൈത്തിരിയായിട്ട് ദർശന ഒരു ടോർച്ച് ലൈറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ആർക്ക് വേണമെങ്കിലും രക്ഷ കിട്ടേണ്ട, അവർക്ക് വിജയത്തിന്റെ ഒരു പാത തുടർന്ന് കൊടുക്കാനായിട്ട് ദർശന പോലെയുള്ള, ദർശനയുടെ കൂടെ നിൽക്കുന്ന ശക്തരായ നല്ല നല്ല ഉപദേശങ്ങൾ തന്ന് കൂടെ നിൽക്കാൻ പറ്റുന്ന പ്രാപ്തരായ ഇഷ്ടം പോലെ ആൾക്കാരുള്ളപ്പോ എനിക്ക് ഈ ഒരു സമയത്ത് പ്രിയമുള്ളവരോട് പറയാനുള്ളത്, നമ്മളിൽ എല്ലാവരിലും ഒരു ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ശക്തിയുണ്ട്. എന്താ പറഞ്ഞ, പവർ ഓഫ് റെസിലിയൻസ് എന്നൊക്കെ പറയും. പിന്നെ നമുക്കൊരു തീരുമാനം, ഉറച്ച ഒരു തീരുമാനം, അത് തീർച്ചയായിട്ടും വേണം. അത് നമുക്ക് നമ്മുടെ ചുറ്റിലും പല പല പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. നമ്മൾ അതൊന്നും കാണരുത്. നമുക്ക് എന്താ വേണ്ടത്, അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഉറച്ച ഒരു തീരുമാനം. നമ്മുടെ ബ്ലെയറിനെ പോലെ ഒരു വിശ്വാസം, ഒരു ഇച്ഛാശക്തിയും ആ ഒരു വിശ്വാസവും കൂടെ ഒന്നിച്ച് ഒരേ എന്താ പറഞ്ഞ കൈയോട് കൈ ചേർത്ത് അങ്ങനെ അങ്ങ് പോവുക. പിന്നെ പുതിയ പുതിയ സാഹചര്യങ്ങൾ, ഇപ്പോ ടെക്നോളജി ഒരുപാട് വളർന്നു. ആരും ഒന്നിനും, ഇപ്പൊ കാണാൻ പറ്റാത്തവർക്കാണെങ്കിലോ എത്ര സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നേരത്തെ ബ്രെയിലി പോലെയുള്ള ചെറിയ ചെറിയ സമ്പ്രദായങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ പുതിയ സോഫ്റ്റ്വെയറുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറിന്റെ ആ ഒരു വളർച്ച വന്നപ്പോഴേക്ക് അത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും എത്തിച്ചേർന്ന് കഴിഞ്ഞാലും മുന്നോട്ടുള്ള നീക്കത്തിനൊന്നും പ്രയാസവും ഇല്ല. അവർക്കൊക്കെ വേണ്ട ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടാനൊക്കെയുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പ്രതിബന്ധമല്ല. പിന്നെ ഒരുപാട് സഹോദരിമാര് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അവര് കിട്ടിയ സാഹചര്യം, പുതിയ വന്ന സാഹചര്യങ്ങളെ അങ്ങ് ഉൾക്കൊള്ളുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുമായിട്ട് അങ്ങ് അഡാപ്റ്റബിൾ ആകുക എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മള് എത്തിയ സാഹചര്യത്തില് നമ്മൾ ആ സാഹചര്യത്തെ ഉൾക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരിക്കലും നമ്മള് മുൻപുള്ള കഴിഞ്ഞതിനെ പറ്റി ഓർത്ത് വ്യാകുലപ്പെട്ടിട്ട് നമുക്കൊന്നും നേടാനില്ല. നമ്മൾ ഈ നിമിഷത്തിലാണ് ജീവിക്കേണ്ടത്. ഈ നിമിഷത്തില് നമ്മൾക്ക് ആകെ നമ്മുടെ കൂടെ കൂട്ടുള്ളത് എന്താ? നമ്മൾ ജനിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ശ്വസിക്കുന്നു. അവസാനത്തേത് നമ്മുടെ ശ്വാസം വിട്ടതോടുകൂടി മനുഷ്യന്റെ ജീവിതം കഴിയും. അപ്പോ നമ്മൾക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ ശ്വാസം, അതാ ഈ നിമിഷത്തില് നമ്മൾ ജീവിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ശ്വാസം. ആ ഒരു ശ്വാസത്തിനൊപ്പം നിന്ന് നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ ഒരു സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം. ഇൻഡിപെൻഡന്റ് ആവുക എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സ്വയമേവ എന്തൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് ഒന്നൊന്നായി പറയാൻ പറ്റില്ല ഇപ്പോൾ ചെറിയ സമയത്തില്. എന്നിരുന്നാലും അവരവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ചുറ്റിലുമുള്ള
നമ്മളുടെ ഈ ഒരു ഗൈഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തില് ഉപദേശങ്ങളൊക്കെ നേടി ഇൻഡിപെൻഡന്റ് ആകുക. അത് സാമ്പത്തികമായിട്ടായാലും, ഇപ്പൊ വിദ്യാഭ്യാസം കുറവുള്ളവരാണെങ്കിൽ ഒന്നാമത് വിദ്യാഭ്യാസം, അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു ത്വര, അത് ആ ഒരു ഇച്ഛാശക്തി അത് നമ്മളിൽ തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാവണം. അത് വളർത്തുക. പിന്നെ നമുക്കൊരു ഇഷ്ടമുണ്ട്, പാഷൻ എന്ന് പറയും ഇംഗ്ലീഷില്. പിന്നെ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും അത് എത്ര അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഡിഫറെന്റ്ലി ഏബിൾഡാണ്. നമ്മുടെ കയ്യിലെ 5 വിരലുകളിലുള്ള വ്യത്യാസം പോലെ ഇപ്പം എനിക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവാം, അതുപോലെ അല്ല ലിജി മാഡത്തിനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റൊരു ആൾക്കുള്ള കഴിവ്, എല്ലാം വ്യത്യാസമായിരിക്കും. കഴിവുകളും കഴിവുകേടുകളും നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ അതിനകത്ത് കഴിവുകേടുകളില് നമ്മളെങ്ങും തടസ്സപ്പെടുത്തി നിൽക്കാതെ നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു പർപ്പസ് എന്താന്ന് വെച്ചാൽ അത് നമ്മളങ്ങ് കണ്ടെത്തുക. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, വിദേശത്ത് ജോലി ചെയ്തു, വർഷങ്ങളോളം പല രാജ്യക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു. പക്ഷെ അതിനൊപ്പം ആ ഒരു സമയം കഴിഞ്ഞ് കോവിഡ് കാലം വന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഫേസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. പിന്നെ ഇന്നിപ്പോ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ബാംഗ്ലൂരായിരിക്കും മുന്നോട്ട് ജീവിക്കുന്നത്. ഇന്നിപ്പോ ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്നിട്ട് ആണ് നാട്ടിൽ നിൽക്കുന്ന നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കൗൺസിലിങ്ങും ഒക്കെ പഠിച്ച് ഇപ്പൊ സൈക്കോളജി ഒക്കെ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ചുകൂടി ആഴത്തില്. അപ്പൊ എന്റെ പ്രവർത്തന മേഖല എന്താണെന്ന് എനിക്ക് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ദൈവം ഒരുപക്ഷെ എന്നെ നിങ്ങളുടെ മുമ്പിലും എത്തിച്ചത്. അതൊക്കെ ഒരു അപൂർവ ഭാഗ്യം. അപ്പം നമ്മളിങ്ങനെ ഓരോ ദിവസവും കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരുന്നാല് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്. അപ്പൊ നമ്മുടെ കണ്ണുകളെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഉൾക്കണ്ണുകള്, പുറമേ ഉള്ള കണ്ണുകളല്ല. അതില് നമുക്കൊന്നും കാണാൻ പറ്റില്ല. നന്മയുണ്ടാവും തിന്മയുണ്ടാവും, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ഉൾക്കാഴ്ച, അത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നല്ല തെളിഞ്ഞ ഉൾക്കാഴ്ചയുള്ള ആൾക്കാരാണ്. കാരണം അവര് ദിവസേന കേൾക്കുന്ന ആ ഒരു നന്മയുടെ മുത്തുകള് അത് അവരില് നല്ല തെളിഞ്ഞ് നിൽക്കുന്ന ഉൾക്കാഴ്ച സമ്മാനിച്ചിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. കാരണം ദർശനയുടെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ കേട്ടപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളും വളരെയധികം പുണ്യം ചെയ്തവരാണ്, ഭാഗ്യം ചെയ്തവരാണ്. അതിന് ഒരു സംശയവും ഇല്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളില് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളെ തടസ്സപ്പെടുത്താൻ ഒരു ശക്തിക്കും പറ്റില്ല. നിങ്ങളുടെ ആ ഒരു കഴിവുകള്, നിങ്ങളുടെ ഉൾക്കാഴ്ച, നിങ്ങളുടെ ആർജവം അത് കൂട്ടാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ ചലഞ്ചുകൾ അതെപ്പോഴും നമ്മുടെ വളർച്ചയ്ക്ക് നമുക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കും. ഒരു സംശയവുമില്ല. നമ്മൾ എപ്പോഴും പഴയതിനെ പറ്റി വ്യാകുലപ്പെടാതെ ഈ നിമിഷത്തിൽ ജീവിക്കുക. മുൻപോട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ദിവസവും നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം, നമുക്കൊരു വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. ദിവസേന നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇന്ന് ഉണരാൻ പറ്റിയതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക, നമ്മൾ വിശ്വസിക്കുന്ന ശക്തിക്ക് നന്ദി പറയുക. പിന്നെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാവാം, നമ്മുടെ കൂടപ്പിറപ്പുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ദർശന പോലെയുള്ള നമ്മുടെ സഹോദര സംഘടനകൾ ഉണ്ടാവാം, അച്ഛന്മാരുണ്ടാവും, സിസ്റ്റർമാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും ദിവസം നമ്മൾ രാവിലെ നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളില് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളറിയാതെ പ്രകൃതി നമ്മുടെ കൂട്ടത്തിലേക്ക് വരും. പിന്നെ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഒരു കുറിപ്പ്, അത് മറ്റെങ്കിലും എഴുതിയൊന്നും വെക്കണ്ട, നമ്മുടെ മനസ്സിൽ വിരലിൽ എണ്ണിക്കൂട്ട 1 2 3 4 ഇന്ന് എനിക്ക് 10 കാര്യം ചെയ്യും. ഓക്കെ, 10 കാര്യങ്ങൾ എന്താന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് 5 കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളായിരിക്കും. പ്രശ്നമില്ല, 5 കാര്യം നമ്മൾ ചെയ്തല്ലോ. നമ്മൾ രാവിലെ ഈ 10 എണ്ണം എണ്ണിയില്ലെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ദിവസം നമ്മൾ പ്രയോജനം ഇല്ലാത്ത രീതിയിൽ ആയി പോകും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ
വ്യക്തമായ പ്ലാനിങ് ഓരോ ദിവസവും നമ്മളെല്ലാവരും, ഞാനാവട്ടെ നിങ്ങളെല്ലാവരും ആവട്ടെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മുമ്പിലെത്തും, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ അതിന്റെ മുമ്പിലെത്തും. നമ്മൾ എത്തുമ്പോൾ നമ്മൾ അവിടെ ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്തു തീർക്കാൻ പറ്റി, ഇന്നത്തെ എന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാ. അപ്പം 5 കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും വിജയം കിട്ടിയിട്ടുണ്ടാവും, നന്ദി പറയുക. ഇനി ചെയ്യാനുള്ള 5 കാര്യങ്ങളെ മാറ്റി വെക്കുക, അത് നാളെ ചെയ്യും. ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ സ്വയം അഭിനന്ദിക്കണം. നമ്മളെ സ്വയം അഭിനന്ദിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം കൂടും. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി, ഇനിയിപ്പോ നാളെ ഇതിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ശക്തി, ഒരു തോന്നൽ നമ്മളിൽ ഉണ്ടാവും. നമ്മുടെ ചിന്തകൾ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും. പിന്നെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്? ആ ലക്ഷ്യങ്ങള് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. പിന്നെ 1 മാസത്തിനകത്ത് എനിക്ക് എന്താ ചെയ്തു തീർക്കണ്ടേ, അല്ല ഈ 1 വർഷം ഞാൻ എന്ത് നേടും, അങ്ങനെ ഒരു കാലാനുസൃതമായിട്ട് നമ്മൾ ക്രമപ്പെടുത്തി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു ധാരണ ഉണ്ടാക്കണം. അപ്പൊ ഒരു ധാരണ ഇല്ലാതെ നമ്മൾ ഓരോ ദിവസം പോയാൽ സൂര്യൻ ഉദിക്കും, വൈകിട്ട് സൂര്യൻ അസ്തമിക്കും, പിന്നെ അടുത്ത ദിവസം ഇങ്ങനെ ദിവസങ്ങൾ കടന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കും, കഴിയും, ജീവിതം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. പക്ഷെ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. നമ്മൾക്ക് ഇവിടെ വന്നതിനൊരു ഉദ്ദേശമില്ലേ, നമുക്കത് നേടണ്ടേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ദിവസം നമ്മൾ സെറ്റാക്കണം. പിന്നെന്താണ്, പിന്നെ നമുക്ക് എല്ലാവരും മുമ്പേ അച്ഛൻ പറഞ്ഞു ചിരിക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞതായിട്ടല്ലേ പറഞ്ഞ, സ്മൈലിന് എപ്പോഴും ഒരു പുഞ്ചിരി. എന്താ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനിക്കാനുള്ളേ? നമ്മൾ ഇവിടുന്ന് പോകുമ്പോ നമ്മളൊന്നും കൊണ്ടുപോകില്ല, 2 കൈയും തുറന്ന് നമ്മളിങ്ങനെ വരും, ഇങ്ങനെ പോകും. അപ്പം നമുക്ക് അതിനിടയ്ക്ക് ഉള്ള കുറച്ച് സമയമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ സമയം മറ്റുള്ളവരിൽ അന്യോന്യം സന്തോഷം കൊടുത്ത്, വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷെ അതിനെ വളരെ ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഭൂമുഖത്തുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ മധ്യസ്ഥത വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്വയമേവ പരിഹരിക്കുക, അന്യോന്യം ചിരിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോവാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഉച്ചനേരത്ത് എനിക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എന്നെ നിങ്ങൾ വിളിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അത് എന്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയോ എന്തോ, എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി നിങ്ങളുടെ ഒപ്പം ചെലവാക്കാനായിട്ട് പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാഡം. നല്ലൊരു മോട്ടിവേഷൻ കഥയിലൂടെ ഞങ്ങൾക്ക് സന്ദേശം, നമ്മളിൽ വിശ്വസിക്കുക, കഴിവുകൾ പുറത്തു കൊണ്ടുവരിക. ആ നല്ലൊരു സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിന് ഒത്തിരി നന്ദി. അതേപോലെ മാഡത്തിന്റെ ആ മുഖം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രത്യേക ഒരു സന്തോഷം, അതായത് പുഞ്ചിരിയോടെയാണ് ഞങ്ങളോട് സംസാരിച്ചത്. അപ്പൊ മാഡത്തിന്റെ ആ മുഖം കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിലും സന്തോഷം നിറയാണ്. അപ്പൊ നല്ല തിരക്കുകൾക്കിടയിലും മാഡം ഞങ്ങളോട് സംസാരിക്കാൻ വന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. എങ്ങനെ നന്ദി പറയണേന്ന് അറിയില്ല. അപ്പൊ ഇനി വീണ്ടും വരിക സമയം കിട്ടുമ്പോ. താങ്ക് യു മാഡം. താങ്ക് യു. ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി എത്തിയിരിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യോഗത്തിലേക്ക്, ഈ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളെയും ദർശന ക്ലബിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായി സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ലയൺസ് ക്ലബിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരിയേറെ വീൽ ചെയർ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 150ഓളം വീൽ ചെയറുകൾ ഇന്ന് ടൗൺ ഹാളിൽ വെച്ച് ലഭ്യമായിട്ടുണ്ട്. അതിൽ നമുക്കൊരു 6 പേർക്ക്, നമ്മുടേതായിട്ടുള്ള ഒരു 6 പേർക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കാണ് ഒക്കെ പോയിരിക്കുന്നത്. ഇന്ന് 2 പേര്, ഒന്ന് തുളസി ചേച്ചിയും അതുപോലെ തന്നെ ബാബുക്കും അത് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വേറെ 2 പേർക്കും കൂടി നമ്മൾ ഇപ്പോൾ കൊടുക്കും. 3 മണിയുടെ പ്രോഗ്രാമിൽ നമ്മൾ അത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഏകദേശം 100ഓളം പേർക്ക് നമ്മുടെ ഒരു
പഠനോപകരണ കിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാഗ്, പുസ്തകം, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മളത് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം. 3 മണിക്കാണ് അതിന്റെ ചടങ്ങ് നടക്കുക. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. പഠിച്ചവര് നല്ല കുട്ടികളായിട്ട് വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതിന് കാരണമായിട്ട് തീർന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു മുഹമ്മദ് ഇക്കയാണ്. ഇന്ന് ഈ ഇതിലേക്ക് വിശിഷ്ടാതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാണ്. ഏകദേശം 10,000-ൽ പരം ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ബാഗുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു. ഒലിവിയ വുഡ്സ് എന്ന ഒരു ടൈറ്റിലാണ് അദ്ദേഹം ആ ബാഗുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വലിയൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും ഇതുപോലെ ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞതിൽ വലിയ സന്തോഷം. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെ കാണാനും നമ്മളോട് സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ വിളിച്ചപ്പോഴേ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന് ദർശന ക്ലബിന്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ പേരിലും ഈ കുട്ടികളുടെ പേരിലും ഞങ്ങളെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ വളരെ തീവ്രഗതിയിൽ പോകുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പങ്ക് എന്ന പ്രോജക്റ്റ് നമ്മൾ ആരംഭിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. അതിന്റെ ഒരുക്കങ്ങളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഒരു സ്വിമ്മിങ് ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിന്റെയൊക്കെ നോട്ടീസ് ഈ ദിവസങ്ങളിൽ വരും. അടുത്ത 1-ാം തീയതി നാളെ മുതൽ പുതിയ ഒരു യൂട്യൂബ്, ഈ പുതിയ യൂട്യൂബ് അല്ല, ഈ പഴയ യൂട്യൂബിൽ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം പുതുതായിട്ട് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന. ഏകദേശം 10-14 പേരാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളൂ. മാക്സിമം എല്ലാവരും എല്ലാ പ്രോഗ്രാമുകളിലും കോമ്പറ്റീഷനിലും പങ്കെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കുക. പലരും ചിന്തിക്കുന്നത് ദർശനം ഒന്നും അനങ്ങണില്ലല്ലോ എന്നുള്ളതാണ്. അനങ്ങുന്നവർ അനങ്ങും, അനങ്ങാത്തവർ അനങ്ങില്ല എന്നുള്ളതാണ്. അപ്പൊ അനങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനങ്ങാനുള്ള അവസരമുണ്ട്, അനങ്ങാൻ ആഗ്രഹിക്കാത്തവർക്ക് അനങ്ങാതിരിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അത് നന്മയും തിന്മയും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നും നന്മ ചെയ്യും, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനും തിന്മയുടെ വഴികളിലൂടെ മുന്നേറും. അപ്പൊ അത് എല്ലാവർക്കും നന്മയുടെ ദിനമായി മാറട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത മാസം 1-ാം തീയതി നാളെ മുതൽ ആരംഭിക്കുകയാണല്ലോ. അപ്പൊ ഒരു നല്ല ജൂൺ മാസം നേരുവാനായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ. വളരെ തിരക്കുകൾക്കിടയിലും അച്ഛൻ എത്തിയതിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തതായി ഈ സ്നേഹ സംഗമത്തിൽ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന എക്ലേസിയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ശ്രീ ഡേവിസ് ചുറ്റിലപ്പള്ളി സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഒക്കെ കേട്ടു. ഞങ്ങള് പറ്റാവുന്ന പോലെയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു കാലമായിട്ട് ഞങ്ങളൊരു 13 പേര് കൂടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. എക്ലേസിയ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് തിരുവോം, തൃശ്ശൂർ ജില്ലയിൽ. അപ്പൊ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറ്റാവുന്ന പോയിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ ബേസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓൾ കേരള ബ്ലഡ് ആംബുലൻസ് ഉണ്ട്, പൈസ ഉള്ളവർക്ക് തരാൻ, ഇല്ലാത്തവർക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മരുന്ന്, ഡയപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കീമോതെറാപ്പി, അതുപോലെ ഡയാലിസിസ് രോഗികൾക്ക് പോയി വരേണ്ട ആൾക്കാർക്ക് റൂം, താമസ സൗകര്യം, ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കിഡ്നി ഡയാലിസിസ് അങ്ങനെയുള്ള കേസുകൾ വരികയാണെങ്കിൽ സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ദർശനയുടെ ഓരോ ചുവടുകളും ഉയർന്നു പോട്ടെ. ഞാൻ ഒപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. സാറിന്റെ സഹപ്രവർത്തകരുടെയും പ്രവർത്തനങ്ങള് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു. അടുത്തതായി ഈ സ്നേഹ സംഗമത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന ഒലിയ വുഡ്സ്, കൊയിലാണ്ടി, കോഴിക്കോട് ശ്രീ കുഞ്ഞു മുഹമ്മദ് സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാരും ഇതുവരെ കാണാത്ത ആളുകളാണ്. എല്ലാവർക്കും എന്റെ നല്ല നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ഏതായാലും നിങ്ങളെല്ലാം കൂടെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങളെ
പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ ഫാദറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും കാണാം എന്നുള്ളത്. ഇൻഷാ അല്ലാ ഞാൻ തൃശ്ശൂര് വരുമ്പോ, തൃശ്ശൂരിനടുത്ത് എൻ്റെ മാളെ വീട് തൃശ്ശൂരിനടുത്താണ്. ഞാൻ വരുമ്പോ ഒരു ദിവസം നിങ്ങളെ ഓഫീസിൽ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളെല്ലാം മുഖത്തോട് മുഖം കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോ എനിക്ക് അത്രേ പറയാൻ അറിയും. കാരണം ഞാൻ വലിയ വിദ്യാഭ്യാസം ഒന്നുള്ള ആളല്ല. ഞാൻ ജീവിതത്തിൽ സ്കൂളൊന്നും പോകാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേൾക്കും. ഇൻഷാ അല്ലാ എല്ലാവർക്കും എന്റെ നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇൻഷാ അല്ലാ ഞാൻ മൈക്ക് വെക്കാം. നമ്മുടെ ഇന്ന് വിതരണം ചെയ്യുന്ന 100 കുട്ടികൾക്ക് ബാഗ് വിതരണം ചെയ്യുന്നതിന് വേണ്ട സ്പോൺസർ നമ്മുടെ ഒലിവിയ ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് സാറിനെ ഇന്ന് പ്രത്യേകം നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. സാറിന് നമ്മുടെ എല്ലാവിധ ആശംസകളും നന്ദിയും ഈ സമയം നമുക്ക് അർപ്പിക്കാം. തുടർന്നും നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് സാർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലും സാർ ഈ വർഷം 10,000-ഓളം കുട്ടികൾക്കാണ് ബാഗ് കൊടുത്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ 10,000 കുടുംബങ്ങളിലെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മേടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാത്ത സമയത്താണ് സാറ് 10,000 കുട്ടികൾക്ക് വേണ്ട ബാഗ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഒലിവിയ ഗ്രൂപ്പിൻ്റെ മാനേജറായിരിക്കുന്ന, ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന നമ്മുടെ കുഞ്ഞു മുഹമ്മദ് സാറ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സാറിൻ്റെ ഒരു ആഗ്രഹം അത് മാത്രമുള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കണം. സാറിൻ്റെ ആരോഗ്യത്തിനും സാറിൻ്റെ ബിസിനസ്സിനും ഒക്കെ വേണ്ടി ആ ഒരു ആഗ്രഹം മാത്രമേ സാറ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ തുടർന്നും നമ്മളോടൊപ്പം സഹകരിക്കും എന്നുള്ള കാര്യം സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നന്ദി ഞങ്ങളെല്ലാവരും സാറിന് ഈ നിമിഷം അർപ്പിക്കുന്നു. ഇന്ന് 3 മണിക്ക് സാറ് തന്ന ബാഗ് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് കുഞ്ഞുങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം സാറിനെ പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു സാറേ. ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും വളരെ സന്തോഷമായി സാറ് എത്തിയതില്. താങ്ക് യു. ഈ സ്നേഹസംഗമത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നതിനായിട്ട് കുമാരി ബിന്ദു KK കൊടുങ്ങല്ലൂരിനെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. 206ാമത് സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം. ദ്രസ്ന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദ്രസ്ന ക്ലബ് ഡയറക്ടറുമായ റെവൻ ഫാദർ സോളം കടമ്പാട്ടുപറമ്പിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഉദ്ഘാടനം ചെയ്ത റെവൻ ഫാദർ സാജു ചാക്കോ അച്ഛന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. മുഖ്യ അതിഥിയായ ശ്രീമതി ദേവിയ റാണി മേഡത്തെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. വിശിഷ്ട അതിഥിയായ ശ്രീ കുഞ്ഞു മുഹമ്മദ് സാറിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ആശംസ പറഞ്ഞ ശ്രീ ഡേവിസ് ചിറ്റിലപ്പള്ളി സാറിനും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. PRO ശ്രീ പിയൂഷ് കോട്ടപ്പുറം, അവതരണം ചെയ്ത കുമാരി ലിജി അങ്കമാലി, പ്രാർത്ഥന ആലപിച്ച ശ്രീ ജോയ് പാവർട്ടി, സ്വാഗതം പറഞ്ഞ ശ്രീ ലിജോ കോഴിക്കോട്, റിപ്പോർട്ട് അവതരിപ്പിച്ച കുമാരി ലീന നാട്ടികെ എന്നിവർക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. 206ാമത് സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി. വളരെ സ്നേഹത്തോടെ ബിന്ദു എല്ലാവർക്കും നന്ദി പറഞ്ഞു. താങ്ക് യു ബിന്ദു. ഇതോടെ 206ാമത് സ്നേഹസംഗമം അവസാനിച്ചു. 207ാമത് സ്നേഹസംഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.